ഹലോ നമസ്കാരം. നമ്മളിന്നുള്ളത് മലപ്പുറം പെരിന്തൽമണ്ണ എന്ന സ്ഥലത്താണ്. നമ്മുടെ ക്വാളിറ്റി ഫ്ലോർ മില്ലിലാണ്. അപ്പോൾ അതിൻ്റെ ഓണറായിട്ടുള്ള ബഷീർ ഖാനോട് ഈ സ്ഥാപനത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ഇക്ക നമസ്കാരം. ഇക്കനെ സ്വയം ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് ബഷീർ മലയിൽ. ഞാൻ പെരിന്തൽമണ്ണ അമ്മിനിക്കാടാണ് സ്ഥലം. പെരിന്തൽമണ്ണ 4 കിലോമീറ്റർ. EMS ഹോസ്പിറ്റൽ കഴിഞ്ഞിട്ട് ക്വാളിറ്റി റൈസ് ഫ്ലോർ ആൻഡ് ഓയിൽ മിൽ, അതാണ് ഇതുള്ളത്. സ്ഥാപനം ഭംഗിയായിട്ട് പോകുന്നു. നല്ല അഭിപ്രായമാണ്. നാട്ടുകാർക്കും ജനങ്ങൾക്കും കസ്റ്റമേഴ്സിനൊക്കെ നല്ല അഭിപ്രായമാണ്. ക്വാളിറ്റി വളരെ ശ്രദ്ധിച്ച് ചെയ്യുന്നുണ്ട്. സാധനങ്ങളൊക്കെ ഭംഗിയായി കൊടുക്കുന്നു. ആൾക്കാർ ഇഷ്ടംപോലെ വരുന്നു, വാങ്ങിക്കുന്നതും വർക്കിന് വരുന്നതുമായിട്ട് ഭംഗിയായിട്ട് പോകുന്നുണ്ട്. ഇക്ക നമുക്ക് ഇവിടെ എന്തൊക്കെ മെഷീനുകൾ ഉണ്ടെന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരും. ഇപ്പോൾ നമുക്ക് എല്ലാത്തിനും ഇപ്പോൾ കാണുമ്പോൾ നമുക്കറിയാം ഒരുപാട് മെഷീനുകളായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരും. ഞാൻ എല്ലാ മെഷീനറിയും സെപ്പറേറ്റാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ പൾവൈസർ എല്ലാം വെവ്വേറെ. ഒരു മെഷീനിൽ 2 ഐറ്റംസ് പൊടിക്കില്ല, എല്ലാം വെവ്വേറായിട്ട്. അപ്പോൾ ഇത് മഞ്ഞളിനാണുള്ളത്. മഞ്ഞൾ, അത് മുളക്, പിന്നെ ഇത് പച്ചരി, അത് നനഞ്ഞരി, പുട്ടിനൊക്കെ പൊടിക്കുന്ന നനഞ്ഞരി, അത് ഗോതമ്പ്, അത് മല്ലി. അപ്പോൾ എല്ലാം വെവ്വേറെയാണ് ചെയ്യുന്നത്. നല്ല വൃത്തിയിൽ ഒന്നിൽ മിക്സ് ആവില്ല. ടേസ്റ്റിലോ മണത്തിലോ കളറിലൊന്നും വ്യത്യാസം വരാതെ ഭംഗിയായിട്ട് ചെയ്യുന്നു. അത് കാരണം കസ്റ്റമേഴ്സിന് വളരെ ഇഷ്ടമാണ്. ഇഷ്ടംപോലെ ദൂരം നിന്നും 10 കിലോമീറ്റർ 15 കിലോമീറ്റർ അപ്പുറത്തൊക്കെ വരുന്നുണ്ട് ആൾക്കാർ. ഭംഗിയായിട്ട് ചെയ്ത് പോകുന്നുണ്ട്. അവരും ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്. അപ്പോൾ ക്വാളിറ്റി എന്നുള്ള പേര് അന്വർത്ഥமான രീതിയിലുള്ള പ്രൊഡക്ഷൻ പ്രോസസ്സിങ് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ആൾക്കാർക്ക് ആ പേരും ഇഷ്ടമാണ്. എനിക്ക് ആ ക്വാളിറ്റി ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റുന്നുണ്ട്. അതാണ് ഏറ്റവും പ്ലസ് പോയിന്റ്. ഓക്കെ, നമുക്ക് ഇതിപ്പോൾ പൊടിപ്പിക്കുന്ന പൾവറൈസർ മെഷീനുകളല്ലാതെ ബാക്കി എന്തൊക്കെ മെഷീനുകളാണ് നമ്മുടെ? കൊപ്ര കട്ടിംഗ് ഉണ്ട് JKൻ്റെ തന്നെ, പിന്നെ ഷർമൻ്റെ എക്സ്പില്ലർ ഉണ്ട്, പിന്നെ JKൻ്റെ ഡ്രയർ ഉണ്ട്, പിന്നെ JKൻ്റെ റോസ്റ്റർ ഉണ്ട്, JKൻ്റെ ഷേക്കർ ഉണ്ട്, തരിക്കുന്നതുണ്ട്, പിന്നെ നെല്ല് കുത്തുന്നതും ഗോതമ്പ് തൊലി കളയുന്നതും ഗോതമ്പ് നുറുക്കുന്നതൊക്കെയുള്ള മെഷീനുണ്ട്. അങ്ങനെയല്ല, ഒരു മില്ലിൽക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. വരുന്നവർക്കും വളരെ സന്തോഷമാണ്, ഞാനും ഹാപ്പിയാണ്. സംരംഭം നല്ല രീതിയിൽ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. കസ്റ്റമേഴ്സ് ഇഷ്ടം പോലെ ഒരു വർഷമായിട്ട് ഭംഗിയായിട്ട് വരുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. അവർക്ക് എന്താണോ ഇഷ്ടം അതുപോലെയുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട്. മെഷീനറിയും കാര്യങ്ങളും അതിൻ്റെ ക്വാളിറ്റിയും പർച്ചേസ് ചെയ്യുമ്പോഴും എല്ലാ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും അവരെന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ അത് നമ്മൾ ചെയ്തു കൊടുക്കുക. ഭംഗിയായിട്ട് പോകുന്നുണ്ട്. ഒരു വർഷമായിട്ട് ഞാനും ഹാപ്പിയാണ്, വരുന്നവരും ഹാപ്പിയാണ്. അവർക്ക് എന്നെ കണ്ടാൽ അറിയാം, ഏകദേശം അങ്ങനെ എല്ലാ സാഹചര്യങ്ങളും കണ്ടാൽ അറിയാം. വൃത്തിയുള്ളൊരു സ്ഥാപനമാണ്. അങ്ങനെ വൃത്തിയായിട്ടാണ് ഡീൽ ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും ക്വാളിറ്റി ഉണ്ട്. പേരും അത് തന്നെയാണ്. ആ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. വളരെ ഭംഗിയായിട്ട് പോകുന്നുണ്ട്. എൻ്റെ അഭിപ്രായം, ഞാൻ ഗൾഫിലൊക്കെ കുറേ കാലം ഗൾഫിൽ നിന്ന ഒരാളാണ്. അപ്പോൾ നാട്ടിൽ വന്നിട്ട് ഫസ്റ്റിൽ തുടങ്ങുക. പക്ഷേ ഞാൻ വിചാരിച്ച അതേ പൊസിഷനിൽ കൂടെ ഭംഗിയായിട്ട് പോകുന്നുണ്ട് സ്ഥാപനം. ഇതൊക്കെ നമ്മളിപ്പോൾ വന്നപ്പോൾ നമ്മൾ മില്ലിനൊപ്പം തന്നെ മില്ലിനോട് ഒരു ഭാഗത്തോട് ചേർന്നിട്ട് നമുക്കൊരു ഔട്ട്ലെറ്റ് അല്ലെങ്കിൽ ഒരു കൗണ്ടർ സെയിൽ കണ്ടു. നമ്മൾ എന്തൊക്കെ പ്രൊഡക്റ്റുകൾ ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു ആശയം അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയണം. കൗണ്ടർ സെയിലായിട്ട് നല്ലൊരു കൗണ്ടർ അല്ലേ, ഒരു ചെറിയ റൂം തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട്. ഇതിൽ നിന്നുണ്ടാക്കുന്ന സാധനങ്ങൾ നല്ല വൃത്തിയിൽ പാക്ക് ചെയ്ത് ഭംഗിയായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ഞാൻ അതിൽ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണ, എള്ളെണ്ണ, പിന്നെ ഗോതമ്പ് തൊലി കളഞ്ഞത്, നുറുക്ക് ഗോതമ്പ്, പിന്നെ ചാമ അരി, പിന്നെ കുറേ നവരരി, കുറേ പ്രൊഡക്റ്റുകൾ നല്ല വൃത്തിയുള്ള ആൾക്കാർക്ക് ആവശ്യമുള്ളത് സാധനങ്ങൾ കൊടുന്ന് വെച്ചിട്ട് ഭംഗിയായിട്ട് നല്ല രീതിയിൽ അതിന് സെയിലായി പോകുന്നുണ്ട്. കംപ്ലീറ്റ് ഇവിടെ കസ്റ്റമേഴ്സ് വരാത്ത സമയത്ത് ഞാൻ ഇവിടെ തന്നെ പ്രൊഡക്ഷൻ ചെയ്തിട്ട് ഭംഗിയായിട്ട് പാക്ക് ചെയ്ത് അവിടെ തന്നെ കൊണ്ടുപോയി വെച്ച് നല്ല രീതിയിൽ പോകുന്നുണ്ട്. നല്ലൊരു ക്വാണ്ടിറ്റി പിന്നെ പോകുന്നുണ്ട്. ആരും പറഞ്ഞാൽ ചിലപ്പോൾ വിശ്വസിക്കില്ല. ചെറിയ സ്ഥാപനം കണ്ടു കഴിഞ്ഞാൽ ചെറുതാണ്, പക്ഷേ ഇത്ര കണ്ട് 2 ആളെ ജോലിക്കും വെച്ചിട്ട് ഞാനും പിന്നെ വൈഫൊക്കെ അതിൻ്റെ കൂടെ നിന്നിട്ട് ഇത്രയും സ്ഥാപനം മുന്നോട്ട് പോകണ്ടെന്നുള്ള ചിലപ്പോൾ ആരോടും പറഞ്ഞാൽ വിശ്വസിക്കില്ല. പക്ഷേ ഭംഗിയായിട്ട് പോകുന്നുണ്ട്. പല രീതിയിൽ മെഷീനറി എല്ലാം അല്ലേ, മെഷീനറിയുടെ സപ്പോർട്ടാണ് അതിൻ്റെ മെയിൻ ഇത്. കാരണം അത്ര കണ്ട് പ്രൊഡക്ഷൻ ചെയ്യാനെല്ലാം ഞാൻ വിചാരിച്ച അതേപോലെ വർക്ക് ചെയ്യാനും എല്ലാ സൗകര്യവും എല്ലാ ഇതിലായിട്ടുള്ള മെഷീനറിൻ്റെ പവറും എല്ലാ കാര്യങ്ങളും അതിലുണ്ട്. അപ്പോൾ അത് പരമായിട്ട് ഭംഗിയായിട്ട് പോകുന്നു. ആ കാണുന്ന പ്രൊഡക്റ്റ് എല്ലാം അതിൽ കംപ്ലീറ്റ് ഇവിടുന്ന് പ്രൊഡക്ഷൻ ചെയ്താൽ നല്ല രീതിയിൽ പോകുന്നു. എല്ലാ സാധനത്തിനും നല്ല ക്വാളിറ്റി ഉണ്ട്. പൗഡറായിട്ടും അന്ന് ഗോതമ്പ് തൊലി കളഞ്ഞതും നുറുക്കും എല്ലാം നല്ല വൃത്തിയിൽ വാങ്ങിച്ച് നല്ല ക്വാളിറ്റിയിൽ കൊടുക്കുന്നത് കൊണ്ട് ആൾക്കാർക്ക് ഇഷ്ടമാണ്, വരുന്നുണ്ട്. പല ആൾക്കാരും അവർ പറഞ്ഞേക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഏകദേശം അല്ലേ എല്ലാം കൊണ്ടും
ഞാൻ വിചാരിച്ച അതേ പൊസിഷനിൽ വളരെ പെട്ടെന്ന് സ്ഥാപനം എത്തി ഭംഗിയായിട്ട് പോകുന്നുണ്ട്. ഇക്ക പറഞ്ഞ പോലെ തന്നെ ക്വാളിറ്റി എന്നുള്ള പേരിലാണ് സംരംഭം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് പ്രൊഡക്റ്റുകൾ കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഞങ്ങളെ JK മിഷനറീസിനെ പറ്റി ഇക്കയുടെ അഭിപ്രായം എങ്ങനെയുണ്ട്? ഞങ്ങളുടെ സൈഡിൽ നിന്നുള്ള സപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? അപ്പോൾ ഞാൻ ക്വാളിറ്റി തന്നെ പേരിട്ടതും ക്വാളിറ്റി അതേ ഇതിൽ സാധനങ്ങളെല്ലാം ക്വാളിറ്റി ഇതിൽ വളരെ വൃത്തിയായി കൊടുക്കാൻ മെയിൻ കാരണം അത് തന്നെയാണ്. മറ്റേ മെഷീനറിയാണ് എൻ്റെ ഫുൾ സപ്പോർട്ട്. JK മെഷീനറി ഞാൻ പല സ്ഥലങ്ങളും പോയി നോക്കുന്നുണ്ട്. കോയമ്പത്തൂർ, പിന്നെ കോഴിക്കോട്, പെരിന്തൽമണ്ണ, പല ഏജൻസികളിലും ഒരു 6-7 സ്ഥലത്ത് പോയി നോക്കിയിട്ട് ഞാൻ സെലക്ട് ചെയ്തെടുത്താണ്. അപ്പോൾ അതിൽ ആ മെഷീനറിയുടെ സ്റ്റാർട്ടും അതിൻ്റെ വൃത്തിയും അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. അതാണ് ഞാൻ പെട്ടെന്ന് അതിൻ്റെ എല്ലാ മെഷീനറി ഒരു സ്ഥലത്ത് നിന്ന് എടുത്തതും അങ്ങനെ കൊടുത്തതും. അതിന് ശേഷം നോക്കുമ്പോൾ എനിക്കതേ വർക്ക് ചെയ്യുന്ന സമയത്തും അതേ ഇത് വൃത്തിയിൽ കിട്ടുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും വളരെ വൃത്തിയിൽ തന്നെ പോകുന്നുണ്ട്. മെഷീനറിയൊക്കെ നല്ലതുണ്ട്. സർവീസിൻ്റെ കാര്യത്തിൽ വളരെ വൃത്തിയാണ്. മറ്റേ ടെക്നീഷ്യൻ ഉണ്ണിയേട്ടനുണ്ട്. CCTV പോലെ ഞാൻ ശരിക്കും മനസ്സിലെങ്കിൽ വിചാരിക്കുക അതൊരു CCTV എന്നാണ്. വെച്ചാൽ ജസ്റ്റ് ഏത് സമയത്ത് വിളിച്ചാലും എന്ത് കാര്യങ്ങൾക്കും അപ്പോൾ അതിൻ്റെ റിപ്ലൈ തരും. വളരെ സ്മൂത്തായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. അതെനിക്ക് ഏറ്റവും വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ അതാണ് ശരിക്കും ബിസിനസ്സിൻ്റെ മെയിൻ പോയിന്റ്. അതേപോലെ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ട്. ഞാൻ അതിലും ഹാപ്പിയാണ്. മെഷീനറിയുടെ എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇനിയിപ്പോൾ കമ്പനിയുടെ ആൾക്കാർ ചോദിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ വേറെ ആൾക്കാർ പറയിപ്പിച്ചതുകൊണ്ടല്ല, എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ സത്യമായിട്ട് പറയാണ്. സർവീസിലും മറ്റേ മെഷീനറിയുടെ ക്വാളിറ്റിയിലും വൃത്തിയിലും എല്ലാ കാര്യങ്ങളിലും വളരെ എനിക്ക് തൃപ്തിയാണ്. എല്ലാ കാര്യങ്ങളും എല്ലാം ഭംഗിയായിട്ട് പോകുന്നു. അതാണ് ഇതിൻ്റെ മെയിൻ. ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്നതിൻ്റെ നല്ലൊരു സപ്പോർട്ടാണ് ഉണ്ണിയേട്ടൻ്റെ ടെക്നീഷ്യൻ്റെ സപ്പോർട്ടും കമ്പനിയുടെ ആൾക്കാരായാലും ഓഫീസ് സ്റ്റാഫായാലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഭംഗിയായിട്ട് ഞാൻ വിചാരിച്ച പോലെ ഞാൻ മുടക്കിയ മുതലുള്ള സപ്പോർട്ട് എനിക്ക് എല്ലാവരുടെ അടുത്തും കിട്ടുന്നുണ്ട്. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഗൾഫിലൊക്കെ പല സ്ഥലങ്ങളും പല കാര്യങ്ങളും നിന്നാണ്. അപ്പോൾ എനിക്ക് അതേ ലെവലിൽ ഇങ്ങനെ ഭംഗിയായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ശരിക്കും അതാണ് വേണ്ടത് ബിസിനസ്. എല്ലാം പ്രോഫിറ്റ് നല്ല ഉദ്ദേശിക്കുന്നത്. അതിൽ കുറേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പെരുമാറുന്ന കാര്യങ്ങളുണ്ട്. അതെനിക്ക് തിരിച്ച് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എല്ലാ മെഷീനറിയും JK തന്നെ ആക്കിയതും എനിക്കിഷ്ടവും. ഇനിയിപ്പോൾ എക്സ്റ്റേഷൻ ചെയ്യാൻ പോകുമ്പോൾ ഞാൻ അവിടെ തന്നെ അന്വേഷിക്കാമെന്നൊക്കെ ഒറ്റ കാരണം കൊണ്ടാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എല്ലാ കാര്യങ്ങളും. പ്രത്യേകിച്ച് ടെക്നീഷ്യൻ്റെ സപ്പോർട്ട് അതിന് പ്ലസ് പോയിൻ്റാണ്. വളരെ ഭംഗിയായിട്ട് പോകുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയധികം സമയം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് നന്ദി. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഒരുപാട് നന്ദി എല്ലാവർക്കും. താങ്ക്സ്.